الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാത്രി 27ാമത്തെ രാത്രിയായി, റമദാനിന്റെ 27ാം രാവായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ചയും 27ാം രാവും ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹീതമായ കാര്യമായി നമ്മുടെ പൂർവികരായ മഹാത്മാക്കൾ മനസ്സിലാക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ സന്ദർഭത്തിലാണ് നാം ഇവിടെ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ മഹത്തായ മാസം നമ്മോട് വിട പറയുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ സാധാരണ മറ്റ് ദിവസങ്ങളിൽ കാണിക്കാത്ത രീതിയിലുള്ള തീവ്രതയും ശ്രദ്ധയും ആരാധനാകർമ്മങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിലും പ്രാർത്ഥനയിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലുമൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സഹാബ കിറാം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതേപോലെ ഞങ്ങളും ചെയ്യണം, ഞങ്ങൾക്കും അത് പിന്തുടരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങളും അനുകരിക്കണം എന്ന ഒരു മനസ്സുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവര് മനസ്സിലാക്കുകയും നിരീക്ഷിക്കുകയും അത് വരുന്ന തലമുറക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വരുന്ന തലമുറക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ബാധ്യതയായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ ദീനിന്റെ മാതൃകയാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് നമുക്ക് മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് അതേപോലെ ജീവിക്കുന്നതിലാണ് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നിലകൊള്ളുന്നത്. അപ്പോൾ അത് വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക എന്നത് അത് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തവരുടെ ബാധ്യതയായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് വളരെ സ്വകാര്യ ജീവിതത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും നമ്മൾ ആ രൂപത്തിലാണ് ജീവിക്കേണ്ടതും എന്ന് വരും തലമുറകളെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട
വിഷയങ്ങളിൽ പോലും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും നടപടിക്രമങ്ങളുമൊക്കെ വരുന്ന തലമുറയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്യാഗമാണ്. ആ ത്യാഗം അവർ സഹിച്ചതും അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അവർ അനുഭവിച്ചതും വരുന്ന തലമുറയ്ക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വെളിച്ചം ലഭിക്കണം, അവ്യക്തത ഉണ്ടാവരുത്, ഏതാണ് ഉത്തമമായ രീതിയും ശൈലിയും എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്ന വികാരം കൊണ്ടായിരുന്നു. അങ്ങനെ നിരീക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിച്ച സഹാബ കിറാം ഈ റമളാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില ഹദീസുകൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി ഫി റമളാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ മറ്റ് സമയങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള പ്രത്യേകമായ പരിശ്രമവും അധ്വാനവും കാണിക്കുമായിരുന്നു, ചെയ്യുമായിരുന്നു. അപ്പോൾ റമളാനിനെ മുഴുവൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അതിന്റെ പൂർണ്ണമായ പുണ്യം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യാറുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി കുറെ കൂടി തീവ്രമായി, കുറെ കൂടി ആവേശത്തോടുകൂടി, കുറെ കൂടി ഊർജ്ജസ്വലമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ രാവുകളിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഒരു ഹദീസിൽ പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ അഹ്യാ ലൈലഹു വ ഐഖല അഹ്ലഹു വ ശദ്ദ മിഅ്സറഹു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിക്കും, ജീവനുള്ളതാക്കും, രാത്രി ഉറങ്ങുകയേ ഇല്ല. രാത്രി മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ മുഴുകും. സാധാരണഗതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം രാത്രി നമസ്കാരത്തിന് എത്ര കണ്ട് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടായിരുന്നു എന്നൊക്കെ പലതവണ നമ്മൾ കേട്ടതാണ്. രാത്രിയുടെ പകുതി സമയമെങ്കിലും നമസ്കരിക്കാത്ത, ഏകദേശം പകുതി സമയമെങ്കിലും നമസ്കരിക്കാത്ത ഒരു ദിവസവും തിരുമേനിയുടെ ജീവിതത്തിൽ കടന്നു പോകാറില്ല. പക്ഷേ റമളാനാകുമ്പോൾ രാത്രി തീരെ ഉറക്കമില്ല എന്നാണ് അഹ്യാ ലൈലഹു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. രാത്രി സമയം മുഴുവൻ അള്ളാഹുവിന്റെ ദിക്റുകളിലും ദുആകളിലും ഖുർആൻ പാരായണത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമസ്കരിച്ചുകൊണ്ടും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അവന്റെ പുണ്യം തേടിക്കൊണ്ടും പാപമോചനത്തിന് വേണ്ടി അർത്ഥിച്ചുകൊണ്ടുമൊക്കെയുള്ള ഒരു നിലപാടായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം സ്വന്തം ജീവിതം അങ്ങനെ മാതൃകാപരമാക്കി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെയും ചില പതിവുകൾ ഉണ്ടായിരുന്നു. ഐഖല അഹ്ലഹു വ ശദ്ദ മിഅ്സറഹു, തന്റെ കുടുംബത്തെയും ഒക്കെ വിളിച്ചുണർത്തി അവരെയും തന്റെ ഈ പ്രാർത്ഥനയിലും നമസ്കാരത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഈ സൽക്കർമ്മങ്ങളിലുമൊക്കെ പങ്കെടുപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ കുടുംബത്തെയും തന്നോടൊപ്പം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അവരും കൂടി ഈ രൂപത്തിൽ ആത്മീയമായി മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കണം എന്ന ശ്രദ്ധ ഉണ്ടായിരിക്കണം. സത്യവിശ്വാസികളുടെ ഗുണവിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ, അള്ളാന്റെ ദാസന്മാർ എന്നുള്ള രൂപത്തിൽ ആ വിശേഷണങ്ങളിൽ കുറെ കാര്യങ്ങൾ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗന എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ ദാസന്മാർ എങ്ങനെയാണ് ജീവിക്കുക, അവരുടെ സവിശേഷത എന്ത്, അവരുടെ പ്രത്യേകത എന്ത്, അവർ മറ്റുള്ള സമൂഹങ്ങളിൽ നിന്നും മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്നും എങ്ങനെ വേർതിരിഞ്ഞു നിൽക്കുന്നു, എന്തുകൊണ്ടാണ് ഇവർ ഒരു മാതൃകാപരമായ സമൂഹമായി തീരുന്നത്, ആ ജാഹിലിയത്തിന്റെ ജീവിതത്തിൽ ഈ വിഭാഗത്തെ മാറ്റി നിർത്തുന്നതും പ്രത്യേകമാക്കുന്നതും എന്ത് സ്വഭാവ സവിശേഷതകളാണ്, ഇതൊക്കെ ഈ ആയത്തുകളിൽ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നു വല്ലദീന യഖൂലൂന, ആ ആളുകൾ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദാസന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അയുനിൻ, രക്ഷിതാവേ നാഥ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ കുട്ടികൾ എന്നുള്ളവരിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കി തരണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകളുടെ മുൻപന്തിയിൽ നടക്കുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണമേ. അപ്പൊ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ, ആണാണെങ്കിൽ അവന്റെ ഭാര്യയും അവന്റെ കുട്ടികളും, പെണ്ണാണ് എങ്കിൽ അവളുടെ ഭർത്താവും അവരുടെ കുട്ടികളും ഒക്കെ. അതാണ് കുടുംബം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുടുംബത്തെ കണ്ണിന് കുളിർമയുള്ളവരാക്കി തീർക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ നല്ല സൗന്ദര്യവും അതുപോലെ തന്നെ നല്ല ആരോഗ്യവും ചുറുചുറുക്കുമൊക്കെ ഉള്ള കുട്ടികളും കുടുംബങ്ങളുമായിക്കൊണ്ട് മാറണമേ എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ ആവുകയും നല്ല സൗന്ദര്യമുള്ളവരും നല്ല ആരോഗ്യമുള്ളവരും എന്തിനും പോകുന്നവരുമായ കുട്ടികളും കുടുംബങ്ങളുമൊക്കെ ഉണ്ടാവുകയും ഈ സൗന്ദര്യവും ഈ ആരോഗ്യവും ഈ കഴിവും ഈ ശേഷിയും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ ദീനിനെതിരായിട്ടും ദീനിന് വിരുദ്ധമായിട്ടുമാണ് അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, നരകത്തിന്റെ വിറകായിട്ടാണ് അവർ മാറുന്നത് എങ്കിൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കണ്ണിന്റെ കുളിർമയാണ്. അപ്പൊ അതല്ല അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ അവർ സ്വർഗാവകാശികളായിരിക്കണം, അവർ നരകത്തിലേക്ക് പോയി ചാടാൻ ഇടവരരുത്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ ആക്കി തീർക്കണം. അതുകൊണ്ടാണ് തുടർന്നുകൊണ്ട് പറയുന്ന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖികളുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ മാതൃകാപരമായ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ആളുകൾ, അത് കണ്ടുകൊണ്ടുള്ള ഒരു കണ്ണിന്റെ കുളിർമ. എന്റെ കുട്ടികൾ, എന്റെ കുടുംബം ദീനീബോധമുള്ളവരാണ്, അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിക്കുന്നവരാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാത്തവരാണ്. അങ്ങനെ ആ രീതിയിൽ വളരെ സന്തുഷ്ടകരമായ ഒരു ജീവിതം നയിക്കുന്നവരാണ് എന്ന സംതൃപ്തി അടയാൻ അവർക്ക് സാധിക്കണം. ഇതാണ് ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം മക്കളും കുട്ടികളുമൊക്കെ അവർക്ക് കണ്ണിന് കുളിർമയാവുക എന്ന് പറഞ്ഞു. തോന്നിയാസത്തിൽ അവരെ കാണുകയില്ല. മുത്തഖികളുടെ ഇമാമാക്കണമേ എന്ന് പറഞ്ഞാൽ അവർക്ക് നേതൃത്വം കൊടുക്കുകയും അവരെ അത്തരത്തിലുള്ള വിഭാഗങ്ങളുടെ ഒക്കെ നേതാക്കന്മാരായിട്ട് മാറുകയും ചെയ്യണമേ എന്ന അർത്ഥത്തിലല്ല. അവർ എന്തിന്റെയും ഓരം പറ്റിക്കൊണ്ട് പിന്നാക്കം നിൽക്കുന്നവരും അതുപോലെ തന്നെ ഞങ്ങളും ആ കൂട്ടത്തിലുണ്ട് എന്ന് മാത്രം പറയുന്നവരുമായ ഒരു സ്വഭാവത്തിൽ ആവരുത്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ആ മുത്തഖികളുടെ മുൻപന്തിയിൽ തന്നെ നിൽക്കാൻ മാത്രമുള്ള ധാർമ്മികമായ ഔന്നത്യമുള്ളവരും ആത്മീയമായ വിശുദ്ധിയുള്ളവരുമായിക്കൊണ്ട് അവരെ നീ മാറ്റേണമേ. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ദാസന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തെ അതിന് സജ്ജമാക്കുകയാണ്, അതിന് ഒരുക്കുകയാണ്. അവരെ വിളിച്ചുണർത്തുന്നു, അവരോട് നമസ്കരിക്കാൻ വേണ്ടി പറയുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പറയുന്നു. ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് റമളാനിന്റെ അവസാനത്തെ രാവുകളെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു, പരിഗണിക്കുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോ അത് മാത്രമല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം തന്നെ ഏതൊരു നല്ല കാര്യം തുടങ്ങി വെച്ചാലും ശരി, അത് അവസാനം വരെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. തുടക്കത്തിൽ മാത്രം കുറച്ച് ഉഷാറ്, കുറെ ദിവസങ്ങളൊക്കെ എങ്ങനെ തരക്കേടില്ല. റമളാനിന്റെ ആദ്യത്തെ ദിവസത്തിൽ നോമ്പുണ്ടായിരുന്നു, നിസ്കാരം ഉണ്ടായിരുന്നു, ജമാഅത്തിന് പങ്കെടുക്കാറുണ്ടായിരുന്നു, ഖുർആൻ പാരായണം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ 4-5 ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ അത് പിന്നോക്കം പോവലായി. പിന്നെ തറാവീഹിനും കാണുന്നില്ല, പള്ളിയിലും അങ്ങനെ പങ്കെടുക്കുന്നില്ല, അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിലും പിന്നാക്കമായി. ഇങ്ങനെയുള്ള ഒരു രീതിയല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രാർത്ഥനയിൽ പറയുന്നു, തിരുമേനി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖാക്, അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖാക്, അല്ലാഹുവേ നാഥ, എന്റെ ഏറ്റവും നല്ല ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ട് കണ്ടുമുട്ടുന്ന ആ ദിവസമായിരിക്കണം. വഖൈറ ഉംരി അവാഖിറഹു, എന്റെ ആയുസ്സിന്റെ ഏറ്റവും അവസാനത്തെ കാലഘട്ടമായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആയുസ്സിന്റെ ഏറ്റവും നല്ല കാലഘട്ടം. വഖൈറ അമലി ഖവാതിമഹു, അതുപോലെ തന്നെ എന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമം അതിന്റെ അവസാനത്തെ ആ ഭാഗമായിരിക്കണം.
എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ചത് അവസാനിക്കുന്നത് വരെ അതിന്റെ ആ താല്പര്യത്തിലും ആ ജിജ്ഞാസയിലും തുടരുകയും ഒരു വീഴ്ചയും വരാതെ കണ്ട അവസാനം വരെ അതേ രീതിയിൽ തന്നെ തുടർന്നു പോവുകയും ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമേ എന്നായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അപ്പോൾ ഈ പരിശുദ്ധ റമളാനാകുന്ന ഈ മഹത്തായ അവസരം, ഈ അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇത് ഇല്ലാതെയായി പോവുകയാണ്. അതുകൊണ്ട് ഇത് എനിക്ക് പാഴായി പോകരുത് എന്നുള്ള വികാരമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രൂപത്തിൽ ഈ റമളാനിന്റെ അവസാനത്തെ രാവുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പ്രേരണയും പ്രോത്സാഹനവും നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആത്മീയവും ആരാധനാപരവുമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഒഴുകുകയും ചെയ്യാറുണ്ടായിരുന്നു. റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10 റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്. അല്ലാഹു മരിപ്പിക്കുന്നതുവരെ, ജീവിതാന്ത്യം വരെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ആ ഇഅ്തികാഫ് ഇരിക്കാൻ തുടങ്ങി എന്ന് ഹദീസുകളിൽ കാണാം. ബുഖാരി, മുസ്ലിം പോലെയുള്ള വളരെ പ്രബലമായ ഹദീസുകൾ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ തന്നെ മനുഷ്യൻ മറ്റെല്ലാ ഇടപാടുകളിൽ നിന്നും വേറിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ കഴിച്ചുകൂട്ടുന്നതിനാണല്ലോ ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇഅ്തികാഫ് എന്ന് പറയുന്നത് മനുഷ്യൻ സാധാരണ ഒരു ബഹളത്തിലാണ്, എല്ലാ കാര്യങ്ങൾക്കും തിരക്കാണ്, എല്ലാവരും 100 കൂട്ടം പ്രശ്നങ്ങളും 100 ആവശ്യങ്ങളുള്ളവരും 100 തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഒന്നിനും ഒരു നേരമില്ലല്ലോ. ഇതാണല്ലോ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ഒക്കെ തിരക്ക് പിടിച്ച് നെട്ടോട്ടം ഓടുന്ന കാലഘട്ടമാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 മിനിറ്റ് വന്നുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത് തന്നെ അത് വലിയ എന്തോ ഒരു ത്യാഗം ചെയ്യുന്നത് പോലെയാണ്. കാരണം അതിനുപോലും സമയം കിട്ടാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിശാച് ഈ രൂപത്തിലുള്ള ഒരു തിടുക്കവും ഈ രൂപത്തിലുള്ള ഒരു സമയക്കുറവും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മെ സൽക്കർമ്മങ്ങളിൽ നിന്ന് പിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അകറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ട് മാറി നിന്നുകൊണ്ട് അല്പസമയം അല്പ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയ്ക്ക് വേണ്ടി, അവനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി, അവനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, അവന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി, അവന്റെ മുന്നിൽ റുകൂഉം സുജൂദും ചെയ്യുന്നതിന് വേണ്ടി, അവന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അല്പസമയം കരയുന്നതിന് വേണ്ടി, ഇങ്ങനെയൊക്കെയാണല്ലോ ഇഅ്തികാഫ് എന്ന് പറയുന്ന ഈ ആരാധനാ കർമ്മം നിശ്ചയിച്ചിട്ടുള്ളത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ ദിവസങ്ങൾ ഈ ഇഅ്തികാഫിന് വേണ്ടി നീക്കിവെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മുഖ്യമായ ഒരു കാര്യം, തിരുമേനിയുടെ ജീവിതത്തിലെ പൊതുവെയുള്ള സ്വഭാവം തന്നെ ഏതൊരു അമലുകൾ ചെയ്യുകയാണ് എങ്കിലും അത് അവസാനം വരെ കുറ്റമറ്റതായ രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ആരംഭശൂരത്വം മാത്രം കാണിച്ചുകൊണ്ട് ഒരു സംഗതി തുടങ്ങി വെക്കുകയും പിന്നെ എവിടെയെങ്കിലും ഇട്ടേച്ചുകൊണ്ട് പോവുകയും ചെയ്യുക എന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നില്ല. രണ്ടാമത്തെ കാരണം കൂടിയുണ്ട്. കാരണം ഈ റമളാൻ മാസത്തിന്റെ അവസാനത്തെ രാവിൽ ഏറ്റവുമേറെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു മഹത്തായ ഒരു രാവുണ്ട്. ആ രാവിന്റെ പുണ്യം ഒരു മനുഷ്യന് നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ അവൻ മഹാനിർഭാഗ്യവാനാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഹദീസിൽ പറയുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട്, മൻ ഹറമഹാ ഫഖദ ഹുരിമൽ ഖൈറു കുല്ലു. ആ ലൈലത്തുൽ ഖദറിന്റെ ആ പുണ്യം ഒരു മനുഷ്യന് നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ എല്ലാ നന്മയും അവനെ സംബന്ധിച്ചിടത്തോളം നിഷേധിക്കപ്പെട്ടു. വലാ യുഹറമു ഖൈറുഹാ ഇല്ലാ മഹറൂം. ഒരു മഹാനിർഭാഗ്യവാനായ ഒരാൾക്കല്ലാതെ അതിന്റെ പുണ്യം ലഭ്യമാകാതെ പോവുകയില്ല എന്ന്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹത്തായ രാവ്, മഹത്തായ ദിവസം, അത് ഈ റമളാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലാണ് എന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ ഒരു ചെറിയ സൂറത്ത് മുഴുവനായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നീ മനസ്സിലാക്കിയത്? അതിന്റെ മഹത്വവും അതിന്റെ പുണ്യവും ഒക്കെ എത്രത്തോളമാണ് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്, ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ പുണ്യതരമാണ് ലൈലത്തുൽ ഖദർ എന്ന്. അപ്പോൾ 1000 മാസങ്ങളെക്കാൾ പുണ്യതരമായ മഹത്തായ വിശിഷ്ടമായ ഒരു രാവ്, ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവ് റമളാനിന്റെ അവസാനത്തിലുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, തഹറു ലൈലത്തുൽ ഖദർ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ.
റമളാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകമായി ശ്രമം നടത്തുക. എപ്പോൾ? എവിടെ? റമളാനിന്റെ അവസാനത്തെ 10. ആ റമളാനിന്റെ അവസാനത്തെ 10ലാണ് അതിന്റെ സാധ്യത. അതുകൊണ്ട് ആ അവസാനത്തെ 10 നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം സഹാബിമാരൊക്കെ സ്വപ്നം കണ്ട് ആ സ്വപ്നങ്ങളൊക്കെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിച്ചപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അറാ റുയാക്കും ഖത്തവാതാത് ഫി സബഇൽ അവാഖിർ ഫമൻ കാന മുതഹർരിഹ ഫല്യതഹറഹ ഫി സബഇൽ അവാഖിർ. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അത് എല്ലാം തന്നെ ഈ റമളാനിന്റെ അവസാനത്തെ 7 ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദർ സംഭവിച്ചതായിട്ടാണ് അതിലൂടെ സൂചന ലഭിക്കുന്നത്. അതുകൊണ്ട് റമളാനിന്റെ അവസാനത്തെ 7 ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനും അതിനെ കാത്തിരിക്കാനും സാധിക്കുന്ന ആളുകൾ അങ്ങനെയും ചെയ്തു കൊള്ളട്ടെ എന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ വേറെ ചില ഹദീസുകൾ റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റരാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റമളാൻ മൊത്തത്തിൽ റമളാനിന്റെ അവസാനത്തെ 10 മുഴുവനും വളരെയേറെ പുണ്യകരമാണ്. ആ റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റരാവുകൾ പ്രത്യേകിച്ചും പുണ്യകരമാണ്. ആ റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റരാവുകൾക്ക് പുറമെ അവസാനത്തെ 7 ദിവസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ റമളാനിന്റെ 27ാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് അഭിപ്രായപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് പോലെയുള്ള സഹാബിമാരെയും നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയുന്നത് റമളാനിന്റെ 27ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്നാണ്. അതുപോലെയുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ധാരാളം പണ്ഡിതന്മാരെയും ഇമാമുകളെയും ഒക്കെ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അവരെല്ലാവരും ഈ റമളാനിന്റെ അവസാനത്തെ 10ലും ഒറ്റരാവുകളിലും അതുപോലെ തന്നെ 27ാം രാവിലുമൊക്കെ ലൈലത്തുൽ ഖദറിന്റെ സാധ്യതയും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവുമൊക്കെ ഊന്നിപ്പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ഏറ്റവും പറ്റിയ ഏറ്റവും ശ്രേഷ്ഠകരമായ ഈ ദിവസങ്ങളാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, ഈ ലൈലത്തുൽ ഖദറിനെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകമായി ഒരു പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ എന്ത് പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രാർത്ഥന കൂടുതലായിട്ട് ചൊല്ലുക ഈ ദിവസങ്ങളിൽ എന്നതും നല്ല കാര്യമാണ്. അല്ലാഹുവേ, നീ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ളത് ഇഷ്ടകരമായ കാര്യവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഗ്ധനല്ല. തന്റെ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ തൗബ ചെയ്തുകൊണ്ട് മടങ്ങി വരുമ്പോൾ സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കുകയും അവരുടെ തൗബ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് പശ്ചാത്തപിച്ചു കൊടുക്കുക എന്നുള്ളത് നീ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പശ്ചാത്താപത്തെ നീ സ്വീകരിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ ഈ റമളാൻ മാസത്തിന്റെ അവസാനത്തെ നാളുകൾ, പ്രത്യേകിച്ചും ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളെങ്കിലും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കുവാനും പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളുമൊക്കെ കൂടുതൽ ചെയ്തുകൊണ്ട് അവന്റെ പ്രീതി സമ്പാദിക്കുവാനും നാം പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ഈ റമളാൻ അവസാനിക്കുന്നതോടുകൂടി ഒരു സത്യവിശ്വാസിയുടെ മേൽ വന്നു ചേരുന്ന മറ്റൊരു ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ഈ ഫിത്ർ സക്കാത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, അതിന് പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു സാഴ് തോതിൽ ഒരു നാട്ടിലെ മുഖ്യാഹാരം എന്താണോ ആ നാട്ടിലെ മുഖ്യാഹാരമായി ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളാക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫർള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ അലൽ ഹുർരി വൽ അബ്ദി വൽ സകരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഗോതമ്പിന്റെ ഒരു സാഴ് അല്ലെങ്കിൽ
കാരക്കയുടെയോ ഈത്തപ്പഴത്തിന്റെയോ ഒക്കെ ഒരു സാഴ് നിർബന്ധമായിട്ടും കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആ കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചത് ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അടിമക്കും അതുപോലെ സ്വതന്ത്രനും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും കൂടാതെ എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും വേണ്ടി ഇങ്ങനെ ഒരാൾക്ക് ഒരു സാഴ് എന്നുള്ള തോതിൽ കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു, ഫറലാക്കി എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഫറലാക്കിയതിന്റെ ഉദ്ദേശവും അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി തുഹ്റത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫി വതുഅമത്തൻ ലിൽ മസാകിൻ. അല്ലാഹുവിന്റെ റസൂൽ ഈ ഫിത്ർ സകാത്ത് നിർബന്ധമാക്കി. രണ്ട് ഉദ്ദേശങ്ങളായിരുന്നു അതിന്റെ പിന്നിൽ. ഒന്ന്, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള പിഴവുകളും അവന് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകളുമൊക്കെ തന്നെ പുറത്തു കൊടുക്കാൻ ഈ ഫിത്ർ സകാത്ത് സഹായകമാകും. രണ്ടാമത്തേത് തുഅമത്തൻ ലിൽ മസാകിൻ, പാവപ്പെട്ടവരായ ആളുകൾ, ആ പാവപ്പെട്ടവരായ ആളുകളുടെ ഭക്ഷണ സാധനം എത്തിച്ചു കൊടുക്കുക എന്ന അടിസ്ഥാനത്തിലും ഈ ഫിത്ർ സകാത്ത് ഫർളാക്കിയിരിക്കുന്നു എന്ന്. അപ്പോൾ എല്ലാ ആളുകളും മുസ്ലിം സമൂഹത്തില് വളരെ ഒന്നും തന്നെ ഇല്ലാത്ത, ഒരു ദിവസത്തെ ആഹാരത്തിന്റെ വക കഴിച്ച് വേറെ ഒന്നും തന്നെ ബാക്കിയില്ലാത്ത ആളുകൾക്ക് മാത്രമേ ഇതിൽ വിടുതിയുള്ളൂ. അല്ലാത്ത എല്ലാ ആളുകളും ഈ ഫിത്ർ സകാത്ത് കൊടുക്കണം എന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അത് ഈ പാവപ്പെട്ടവരായ ആളുകൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് അത് തുഅമത്തൻ ലിൽ മസാകിൻ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അതിനെ വിശേഷിപ്പിച്ചത്. പെരുന്നാൾ ദിവസം അവർക്ക് ആഹാര വസ്തു അല്ലെങ്കിൽ അവർ ഭക്ഷണ വസ്തു ഒരിക്കലും തന്നെ കിട്ടാതെ കണ്ട് വലയുകയോ പ്രയാസപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ഈ ഫിത്ർ സകാത്ത് കൊടുക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കണം എന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിഷ്കർഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫമൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖബൂല വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്തി എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആര് അത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുക്കുന്നുവോ അത് സ്വീകാര്യമായ സകാത്തായി. അതേ അവസരത്തിൽ അത് ശേഷമാണ് കൊടുക്കുന്നത് എങ്കിൽ അത് കേവലം ഒരു ദാനധർമ്മം മാത്രമേ ആകുന്നുള്ളൂ എന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാസമയത്ത് പാവപ്പെട്ടവരായ ആളുകൾക്കും കുടുംബങ്ങൾക്കും ഭക്ഷണ സാധനം കിട്ടണം. ആ പെരുന്നാളിന്റെ ദിവസം അവർക്ക് സന്തോഷത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കണം. അതുകൊണ്ട് സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ മുമ്പ് കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം മുമ്പ് 2 ദിവസം മുമ്പൊക്കെ കൊടുക്കുന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതേസമയത്ത് ഒരു മാസം റമളാന്റെ തുടക്കം മുതൽ തന്നെ കൊടുക്കാമെന്നും റമളാൻ പകുതിക്ക് ശേഷം കൊടുക്കാമെന്നൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട്. പക്ഷേ ഏതായിരുന്നാലും ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ മുമ്പ് ഫിത്ർ സകാത്ത് കൊടുക്കുന്നതിന് ഒരു തകരാറും ഇല്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഫിത്ർ സകാത്ത് ചില സന്ദർഭങ്ങളിലെങ്കിലും ആളുകൾക്ക് അരിയേക്കാൾ കൂടുതൽ പ്രയോജനപ്രദമാവുക അതിന്റെ സംഖ്യയാണ് എങ്കിൽ ഈ അരി അല്ലെങ്കിൽ അതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അതിന്റെ സംഖ്യ കൊടുത്താലും മതി എന്നുള്ള രീതിയിലും ഇമാം അബൂ ഹനീഫയെ പോലെയുള്ള മഹാന്മാരായ ഇമാമുകൾ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഏറ്റവും ഏറെ അംഗീകരിക്കപ്പെടുന്ന ഒരു മദ്ഹബിന്റെ ഇമാമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഈ ഫിത്ർ സകാത്ത് എന്ന് പറയുന്നത് വെറും ഈ ധാന്യം തന്നെ, അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു വിഭവങ്ങളോ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അതിന്റെ സംഖ്യയും ആകാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കുന്നതിനും വിരോധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഇതൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് ഫറളാക്കിയ കാര്യങ്ങളാണ്. ഇത് ഒരാൾ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുത്തിട്ടില്ല എങ്കിൽ അയാളുടെ ബാധ്യത അതോടുകൂടി അവസാനിക്കുന്നില്ല. അയാൾ കൊടുക്കുന്നത് വരെ അയാളുടെ ബാധ്യത അയാൾക്കുണ്ടായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അയാൾ കൊടുത്തേ തീരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ഫറളാക്കിയ ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും അവൻ നമ്മോട് നിർബന്ധമാക്കിയ ഇബാദത്തുകളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുക, അങ്ങനെ പരമാവധി അള്ളാഹുവിന്റെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ബാധ്യതയായിട്ടുള്ളത്, നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ മുസ്ലിം സഹോദരന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമളാനിന്റെ ഓരോ നിമിഷവും നമ്മോട് വിട പറയുമ്പോൾ അതിന്റെ പുണ്യം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ അത് പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു ആത്മസംതൃപ്തി അടയാൻ നമുക്ക്
നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ പലപ്പോഴും അലസത കൊണ്ടും പൈശാചികമായ മറ്റ് പിശാചിന്റേതായ വസുവാസുകളിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലോ ഒക്കെ പെട്ടുകൊണ്ടും പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ആത്മീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനോ അങ്ങനെ ആഖിറത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരുമിച്ച് കൂട്ടുവെക്കുവാനോ സാധിക്കാറില്ല എന്നുള്ളത് മഹാദൗർഭാഗ്യമാണ് എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിലേക്ക് ഉയരുവാൻ പറ്റിയ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ തന്നെ അതിന്റെ ഗതി തിരിച്ചുവിടാൻ പറ്റിയ നിമിഷങ്ങളും സന്ദർഭങ്ങളുമാണ് ഇത് എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മാസത്തിന്റെയും ഈ മഹത്തായ ദിവസത്തിന്റെയും പ്രത്യേകമായ പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള മഹാഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഭവിച്ചുപോയ തെറ്റുകളും വീഴ്ചകളുമെല്ലാം തന്നെ നമുക്ക് പുറത്തുവരുമാറാകട്ടെ. ഭാവിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഉദവിയും തൗഫീഖും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.